ചില ആൾക്കാരുടെ ഒരു മിസ്കോൺസെപ്റ്റാണ് എല്ലാ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ഒന്ന് തന്നെ ആയിരിക്കും. ഒരു രൂപ വെച്ചായിരിക്കും 4 ദിവസം ഉണ്ടാക്കുന്നത്. പക്ഷെ 5ാമത്തെ ദിവസം ചിലപ്പോൾ പുള്ളി ലോസ് എടുക്കുമ്പോഴത്തേക്ക് 10 രൂപയായിരിക്കും പുള്ളി ലോസ് ആവുന്നത്. എക്സിറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ലോസിലായിരിക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലോസിനെക്കാട്ടും ബെറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ ലോങ് ടേം സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഐഫോൺ മേടിക്കുന്ന തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓരോ ആൾക്കാരുടെ ഇപ്പോൾ ചില ഐഫോൺ മേടിക്കുന്ന തെറ്റല്ല, പക്ഷേ ഐഫോൺ മേടിക്കാൻ വേണ്ടി എൻ്റെ സേവിങ്സും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് മേടിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. നമസ്കാരം. ഇന്ത്യൻ ഓഹരി വിപണികൾ എത്രത്തോളം സുസ്ഥിരമാണ്, എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ? അടുത്ത ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ അടുത്ത ഒരു 30-40 വർഷം എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണോ? ഇക്കാര്യങ്ങൾക്കെല്ലാം ഹരിപ്രസാദ് മറുപടി പറയുന്നു ഈ എപ്പിസോഡിൽ. പലപ്പോഴും ഈ ബിഗിനേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ എല്ലാവരും പറയും റിസ്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നോക്കിയിട്ടേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവർ ചെയ്യുന്ന എൻ്റെ കയ്യിൽ ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഏറ്റവും വില കുറഞ്ഞ സ്റ്റോക്ക് ഏതൊക്കെയാണ്, അപ്പോൾ പെന്നി സ്റ്റോക്ക് അങ്ങ് വാങ്ങിച്ചു കൂട്ടും. അത് ശരിയായ ഒരു നിക്ഷേപ രീതിയാണോ? അത് മാം അത് സത്യം പറഞ്ഞ ഒരു റിസ്കി ബെറ്റാണ്. അപ്പോൾ ഈ പെന്നി സ്റ്റോക്സ് നമ്മൾ എന്താ മേടിക്കുന്നത്, എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനകത്തുള്ളൊരു മൈൻഡ് സെറ്റ് ഞാൻ പറയാം. ഈ ഒരു സംഭവം എനിക്കും ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്. അത് ഞാനും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ എനിക്ക് റിലയൻസിൻ്റെ ഒരു 2000 രൂപയ്ക്ക് എടുക്കുന്ന ഷെയർ എനിക്ക് 10,000 രൂപയുണ്ട്. എനിക്ക് 5 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റും റിലയൻസിൻ്റെ. നേരെ തിരിച്ച് ഏതെങ്കിലും ഒരു പെന്നി സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ ഒരു 10 രൂപയുടെ സ്റ്റോക്ക് എൻ്റെ അടുത്തൊരു 10,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ 1000 ക്വാണ്ടിറ്റി മേടിക്കാം. അപ്പോൾ ഈ 1000 ക്വാണ്ടിറ്റി മേടിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയൊരു നമ്മുടെ ഒരു ഈഗോയിനെ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ പെന്നി സ്റ്റോക്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈഗോയിനെ അത് സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ ഓർക്കും ഓക്കെ എനിക്ക് കുറേ ക്വാണ്ടിറ്റി ഉണ്ട്, മറ്റേത് 5, ഇപ്പോൾ റിലയൻസിൻ്റെ 5 ഷെയർ ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ ഓക്കെ 5 ക്വാണ്ടിറ്റി ഉണ്ട്, മറ്റേന്ന് വെച്ചാൽ എനിക്ക് 1000 ക്വാണ്ടിറ്റി ഷെയർ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പിന്നെ വേറൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ 100 രൂപയുടെ വാല്യുവേഷൻ ഉള്ളൊരു കമ്പനി ഉണ്ടെങ്കിൽ അതെനിക്ക് 100 ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1 രൂപയുടെ 100 ഷെയർ ആയിട്ട്. ഈ പറഞ്ഞ 100 രൂപയുടെ കമ്പനി വേണമെങ്കിൽ എനിക്ക് 10 പൈസയുടെ 1000 ഷെയർ ആയിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ചില ആൾക്കാരുടെ ഒരു മിസ്കോൺസെപ്റ്റാണ് എല്ലാ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ഒന്ന് തന്നെ ആയിരിക്കും. അപ്പം ഷെയറിൻ്റെ വാല്യൂ വെച്ചിട്ട് ആൾക്കാർ പറയും ഇത് വലിയ കമ്പനി, ഇത് ചെറിയ, അങ്ങനെയല്ല. അതും അൺഅവയർനെസ് ആണ്. അപ്പോൾ പെന്നി സ്റ്റോക്സിനകത്തോട്ട് ആൾക്കാർ വരുന്ന സത്യം പറഞ്ഞാൽ അതൊരു ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനും, പിന്നെ അവരുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയല്ലേ പോകുള്ളൂ, മേലോട്ട് പോയി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും പോലെ. അതൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു സാധനം താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 10 രൂപയുടെ ഷെയർ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം എത്ര പോകും, 0 വരെ പോകും. മേലോട്ട് പോയാൽ 100 ആവാം, 200 ആവാം. അപ്പോൾ പെന്നി സ്റ്റോക്സ് നമ്മൾ ചെയ്യുവാണെങ്കിലും റാൻഡമായിട്ട് ചെയ്യേണ്ട. ഓക്കെ ഇതിന് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ തോന്നുന്ന കുറച്ച് സ്റ്റോക്സിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോങ് ടേമിൽ ഈ കമ്പനീസ് ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടും. പക്ഷേ പെന്നി സ്റ്റോക്സ് മേടിക്കുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഒരു അബ്സല്യൂട്ട് ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റാണ്. ജനറലി അവരുടെ കയ്യിലുള്ള പൈസ മൊത്തം ചിലപ്പോൾ ഒറ്റ സ്റ്റോക്കിൽ കയറി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുസ്ലോൺ എനർജി, അപ്പോൾ അവരുടെ കയ്യിലുള്ള ഫുൾ പൈസ സുസ്ലോൺ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. ഇപ്പോൾ സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്തു. പക്ഷേ പെന്നി സ്റ്റോക്സിന് പ്രശ്നം വെച്ചാൽ 10 രൂപയ്ക്ക് നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും 100 രൂപ വരെ പോകുന്നത്, അല്ലെങ്കിൽ 50 വരുമെന്ന്. പക്ഷേ ചെറുതായിട്ട് താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പാനിക് ചെയ്ത് തുടങ്ങും. കാരണം നമ്മുടെ ഫുൾ പൈസ ഒരു സ്റ്റോക്കിൽ ബെറ്റ് ചെയ്തേക്കാം. അപ്പോൾ പെന്നി സ്റ്റോക്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് വെച്ചാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ എടുക്കുക. അപ്പോൾ അത് പോയാലും നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളൊരു എക്സിറ്റ് പ്ലാൻ ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം അത് 0 ആയി പോകാമെന്ന് തന്നെ നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് വേണമെങ്കിൽ പെന്നി സ്റ്റോക്സിൽ അതിന് എന്തെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ വേണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു റീസൺ വേണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല ഇപ്പം നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇപ്പം മിക്ക ആൾക്കാർക്കുള്ള സംഭവിച്ചത്, നമ്മളിപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ആയിട്ട് ഏത് ഇൻ്റർവ്യൂ നമ്മളെടുത്ത് നോക്കിയാലും ക്വസ്റ്റ്യൻസ്, ഇപ്പം ഞാനിപ്പോൾ ഇപ്പോൾ ET മാർക്കറ്റ്സിലൊക്കെ ഞാൻ ലൈവ് പോകാറുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സർ ഐ ബോട്ട് ദിസ് സ്റ്റോക്ക് അറ്റ് 100 rupees, നൗ ദിസ് ഇസ് ട്രേഡിംഗ് അറ്റ് 50 rupees, വാട്ട് ഷുഡ് ഐ ഡു? അപ്പോൾ എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾ മേടിച്ച സമയത്ത് നിങ്ങൾക്ക് തന്നെയാണ് ഒരു ഐഡിയ വേണ്ടത്. എന്തിനാണ് നിങ്ങൾ മേടിക്കണത്, എവിടെയാണ് നിങ്ങളുടെ എക്സിറ്റ്, നിങ്ങൾ എന്തിനാണ് മേടിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? അപ്പോൾ അതേപോലെ തന്നെ പെന്നി സ്റ്റോക്സിൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു എക്സിറ്റ് പ്ലാൻ വെച്ചിട്ട് വലിയ കാര്യമില്ല. പോയ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാര്യം. അപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ഇപ്പോൾ മാം ഇപ്പോൾ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്, പക്ഷേ മാം എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴും നമ്മൾ ആലോചിച്ചിട്ട് നമ്മുടെ ഒരു റാഷണൽ വേണം, ഈ കാരണം കൊണ്ട് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആൾക്കാർ പറയുന്ന അനുസരിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ
നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എപ്പോഴും ഒരു കറക്റ്റായിട്ട് ഒരു ഐഡിയ വേണം, എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ എക്സിറ്റ് പ്ലാൻ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സാറ് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ബിഗിൻ ചെയ്യും, നമ്മൾ എൻട്രി മാത്രമേ ആലോചിക്കാറുള്ളൂ. എൻട്രിക്ക് അപ്പുറമായിട്ട് ഇതിൽ എന്തൊക്കെയാവണം എൻ്റെ സ്ട്രാറ്റജികൾ, ഇവിടെ എനിക്കൊരു വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ എവിടെ ചെയ്യണം, അല്ലെങ്കിൽ ഈവൻ സ്റ്റോപ്പ് ലോസ് പ്രൈസ് എത്രയാണെന്ന് പോലും മനസ്സിൽ വിചാരമില്ലാതെ ഇതിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് സമഗ്രമായ ഒരു പ്ലാൻ സ്ട്രാറ്റജി ഉണ്ടാവണ്ടേ? കറക്റ്റ്, എക്സാക്ട്ലി മാം. അപ്പോൾ പല ആൾക്കാർക്ക് എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. മേലോട്ട് പോകുമ്പോൾ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുന്ന ഇഷ്ടംപോലെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ നിയർലി 9,000 ക്ലയൻസുമായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പല ആൾക്കാരും നേരത്തെ മാർക്കറ്റിലുള്ള ആൾക്കാരാണ്, ചില ആൾക്കാർ അബ്സൊല്യൂട്ട് ബിഗിനേഴ്സാണ്. അപ്പോൾ എല്ലായിടത്തു നിന്ന് പല പല സ്റ്റോറീസ് നമ്മൾ കേൾക്കാറുണ്ട്. കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സ്റ്റോറിയാണ്, മാർക്കറ്റ് 5 ട്രേഡിംഗ് ഡേയ്സ് ഉള്ളത്. കോമൺ ആയിട്ടുള്ള സ്റ്റോറി, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഈ വ്യക്തി പൈസ ഉണ്ടാക്കി. 5ാമത്തെ ദിവസം ഉണ്ടാക്കിയ പൈസ മൊത്തം വൈപ്പ് ഔട്ടായി. എന്തുകൊണ്ട്? അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഇതാണ്. അപ്പോൾ പുള്ളി പൈസ ഉണ്ടാക്കുമ്പം ചിലപ്പോൾ ₹1 വെച്ചായിരിക്കും 4 ദിവസം ഉണ്ടാക്കുന്നത്. പക്ഷേ 5ാമത്തെ ദിവസം ചിലപ്പോൾ പുള്ളി ലോസ് എടുക്കുമ്പോഴത്തേക്ക് ₹10 ആയിരിക്കും പുള്ളി ലോസ് ആവുന്നത്. അപ്പോൾ പുള്ളി ഉണ്ടാക്കിയതും പോവും, അതിനെക്കാട്ടും കൂടുതൽ പുള്ളിയുടെ ക്യാപിറ്റൽ ഇറോഡാവും. അപ്പോൾ ഇതും ഒരു മൈൻഡ് സെറ്റ് പ്രോബ്ലമാണ്. കാരണം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഇപ്പം നമ്മളിപ്പോൾ എക്സാം എഴുതുക, ഇപ്പം നമ്മളിപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എക്സാം എഴുതുമ്പോൾ മെജോറിറ്റി ഓഫ് ടൈംസ് നമ്മൾ ജയിക്കും. 10 എക്സാം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 9 എക്സാമും ജയിക്കും, മിക്ക ആൾക്കാരും 10 എക്സാമും ജയിക്കും. എല്ലാവരും ഫുൾ A+ ആണ് ഇപ്പോൾ. അപ്പോൾ 10 എക്സാമും ചിലപ്പോൾ നമ്മൾ ജയിക്കും. ഹാർഡ്ലി 1-2 ആൾക്കാർ 1-2 എക്സാമൊക്കെ ആയിരിക്കും തോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത്? എപ്പോഴും ജയിക്കാൻ വേണ്ടിയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്പർ ഓഫ് സൂയിസൈഡ്സ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല. മാർക്കറ്റിൻ്റെ കേസ് വരുമ്പോഴും ഈ സെയിം മൈൻഡ് സെറ്റിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. മാർക്കറ്റ് അതിപ്പോൾ ഞാൻ ഡയറക്ഷണൽ ട്രേഡിംഗ് ചെയ്യുവാണെങ്കിൽ 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിലും വേണമെങ്കിൽ ഞാൻ മാമിന് എൻ്റെ P&L സ്റ്റേറ്റ്മെൻറ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഡേ വൈസ് നമ്മൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 10 ട്രേഡ് അല്ലെങ്കിൽ 100 ട്രേഡിൻ്റെ ഹിസ്റ്ററി അതിനകത്തുണ്ടെങ്കിൽ 100 ട്രേഡിനകത്ത് 50 ട്രേഡ് വിന്നിങ്ങും 50 ട്രേഡ് ലൂസിങ്ങും ആയിരിക്കും. നമ്മൾ എങ്ങനെ പ്രോഫിറ്റബിൾ ആവുന്നതെന്ന് വെച്ചാൽ റിസ്ക് മാനേജ്മെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ലോസ് ഉണ്ടാക്കുമ്പോൾ പ്രോഫിറ്റിനെക്കാട്ടിലും കുറവേ എപ്പോഴും എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫിക്സ് ചെയ്യുക, ഞാൻ എപ്പോഴും ഒരു ദിവസം ഞാൻ മാക്സിമം ലൂസ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് 2% ക്യാപിറ്റലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് നിൽക്കും. പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതിനെക്കാട്ടും കൂടുതലെടുക്കും. നമ്പർ ഓഫ് വിന്നിങ് ട്രേഡ്സും നമ്പർ ഓഫ് ലൂസിങ് ട്രേഡ്സ് ഓൾമോസ്റ്റ് 50-50 ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ലോസസ് എടുക്കാൻ വേണ്ടി നമ്മൾ സെറ്റല്ല. അപ്പോൾ അതും നമ്മൾ സെറ്റാക്കിയാൽ മാത്രമേ നമുക്ക് ആ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി ഫോക്കസ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് അപ്പോൾ എൻട്രി പ്ലാനും എക്സിറ്റ് പ്ലാനും നമുക്ക് മനസ്സിൽ വേണം. അപ്പോൾ നമ്മളിപ്പോൾ എക്സിറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ലോസിലായിരിക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലോസിനെക്കാട്ടും ബെറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ലോങ് ടേം സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാം പറഞ്ഞ പോലെ ട്രേഡ് എടുത്തതിന് ശേഷമല്ല നമ്മൾ ആലോചിക്കണം, ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആലോചിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ലോസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈഗോ നമ്മളെ എക്സിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം നമ്മൾ ലൈഫിൽ എന്താ ഡീൽ ചെയ്യുന്നത്? 10 എക്സാം എഴുതിയാൽ 10 ഞാൻ ജയിക്കുന്ന ആളാണ്. അപ്പോൾ 4 ട്രേഡ് ഞാൻ എടുത്തു, 4 പ്രാവശ്യം ഞാൻ ₹1 പ്രോഫിറ്റിൽ വന്നു. അപ്പോൾ ₹10 ലോസിൽ ഞാൻ എൻ്റെ പൊസിഷൻ കണ്ടാൽ പോലും ഞാൻ എക്സിറ്റ് ചെയ്യാൻ റെഡി ആവില്ല. കാരണം എൻ്റെ ഈഗോ എന്നെ സമ്മതിക്കില്ല. കാരണം ഞാൻ എപ്പോഴും ജയിക്കുന്ന ആളാണ്, ഞാൻ എങ്ങനെ ലോസ് ഉണ്ടാക്കുന്നത്? പിന്നെ നമ്മൾ നമ്മുടെ ഈഗോനെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പിന്നെയും ക്യാപിറ്റൽ കൊണ്ടുവരും. ഓക്കെ, 5 ട്രേഡ് എടുത്തു, ഒരു പ്രാവശ്യം മാത്രമേ ലോസ് ആയുള്ളൂ. ആ ഒരു പ്രാവശ്യം ലോസ് ആയപ്പോൾ ഫുൾ ക്യാപിറ്റലും പോയി. പിന്നെ ഞാൻ ക്യാപിറ്റൽ ചിലപ്പോൾ ലോൺ എടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എന്നൊക്കെ കൊണ്ടുവരും. ഇതേ പ്രോസസ്സ് സംഭവിക്കും. അപ്പോഴും ഞാൻ ആലോചിക്കും, ഓക്കെ 5 ട്രേഡ് എടുത്ത് 4 വിന്നിങ് അല്ലേ, ഒരു പ്രാവശ്യം മാത്രമേ ലോസ് ആയുള്ളൂ. ആ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ തുടങ്ങി. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യാനാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ ഇന്ത്യ പോലൊരു കൺട്രിയിൽ നമ്മളെപ്പോഴും ജയിച്ചേ നമുക്ക് ശീലമുള്ളൂ. അപ്പോൾ നമുക്ക് തോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈഗോനത് ഹേർട്ടാവും. അതിപ്പം നല്ലൊരു ട്രേഡർ ഒരു പേഴ്സണൽ ലൈഫിലും പുള്ളിയുടെ ഒരു അപ്രോച്ചൊക്കെ സെയിം ആയിരിക്കും. പുള്ളി ഭയങ്കര കാമായിരിക്കും, കമ്പോസ് ആയിരിക്കും. പുള്ളി ഫെയിലിയേഴ്സ് എടുക്കാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ബിസിനസ് ആണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും ബി റെഡി ഫോർ ലൂസിങ് ട്രേഡ്സ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിസ്ക് മാനേജ്മെൻറ്റ്.
ഇപ്പോൾ ഹരി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു നോഷൻ, അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ അതുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം ചെയ്തേക്കുന്ന ഒരു രീതി, ഇത് ജനറേഷൻ ടു ജനറേഷൻ ഓരോ തലമുറ കഴിയുമ്പോഴും അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ജനറേഷനിലുള്ളവർ 90s ഹർഷത് മേത്ത സ്കാം ഉണ്ടായ സമയമാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ ഒരു റിലേറ്റീവിന് അതിൽ വലിയ എമൗണ്ട്, അന്നത്തെ കാലത്ത് ഒരു വലിയ എമൗണ്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഏത് ഗ്യാതറിങ്ങിൽ കണ്ടാലും ഞങ്ങളോടൊക്കെ പറയുന്നു, ഒരു കാരണവശാലും സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ജനറേഷനെ സ്വാധീനിച്ചത് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് കേസാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ജനറേഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലപോലെ ലാഭം ഉണ്ടാക്കുന്നവരുടെ ഒരു കഥകളാണ് കേൾക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു മാസത്തിനിടയൊക്കെയാണ് 1000 പോയിന്റ് കുതിപ്പ്. 1000 പോയിന്റ് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം കോടികളുടെ വരുമാനമാണ് നിക്ഷേപകർക്കുണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചിലരെങ്കിലും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അത് ഫണ്ടമെൻ്റൽ അത്ര സ്ട്രോങ് അല്ല എന്ന് പറയുന്ന ആ രീതിയിലൊരു വളർച്ചയാണ് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് കാണിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ പൈസ പോകുമോ എന്ന ആശങ്ക ഞങ്ങളുടെ ജനറേഷനിലുള്ളവർക്ക് പിന്നെയും ഉണ്ടാകും. ഇപ്പം മാക്രോ ഇക്കണോമിക് സൂചകങ്ങളൊക്കെ നന്നായിരുന്നു എന്ന് പറയുന്നു. അത് മാക്രോ സൂചകങ്ങൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവർക്ക് അവരുടെ അനുസരിച്ച് വിവക്ഷിക്കാവുന്ന. അപ്പോൾ ഈ ഞങ്ങളുടെ ജനറേഷനുള്ളവരുടെ ഒരു സംശയം എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റും ഇവനെ വാല്യുവേഷൻസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മായാലോകമാണ്. അത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. കാരണം ഇപ്പോൾ മാം ഹർഷത് മേത്തയുടെ കേസൊക്കെ കോട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനിയുടെ വാല്യുവേഷൻ നമ്മൾ എടുക്കുന്നത് ആ കമ്പനി ചെയ്യുന്ന റവന്യൂ വെച്ച് മാത്രമല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു കമ്പനി നമുക്ക് ഈ ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ ആ കമ്പനിക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു യുണീക്ക് പ്രൊപ്പോസിഷൻ ഉണ്ടോ, എന്തെങ്കിലും മോണോപ്പൊളി ഉണ്ടോ, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു സർവീസ്, ഇപ്പോൾ ഫിലിം സ്റ്റാർസ് ചാർജ് ചെയ്യുന്ന പോലെ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാനിപ്പോൾ ഒരു സിനിമയിൽ ഒന്ന് അഭിനയിക്കണമെങ്കിൽ ഞാൻ 10 കോടി ചാർജ് ചെയ്യുള്ളൂ. അതിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ അതിന് ഞാൻ ജസ്റ്റിഫൈ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഇൻഡിവിജ്വലിന് തന്നെ കൊടുക്കുന്നൊരു വാല്യൂ ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്സിനകത്തും മോറോലെസ് ഒരു ഫെയർ വാല്യുവേഷൻ ഉണ്ട്, പിന്നെ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഈ മാർക്കറ്റ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഒരു സെൻറ്റിമെൻറ്റിനെ ബേസ് ചെയ്താണ്. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഒരു കമ്പനീനെ പറ്റി അത്രയ്ക്ക് ഹൈ ഹോപ്സും എക്സ്പെക്റ്റേഷൻസ് ആണ് ഉള്ളതെങ്കിൽ ആ കമ്പനീൻ്റെ പ്രൈസ് കയറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പോഴും നമ്മൾ വാല്യുവേഷൻസ് വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ബേസിക്കലി വാല്യുവേഷൻസിനകത്ത് മെയിനായിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ വെച്ചിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കമ്പനീസ് ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആണ്. ഇപ്പോൾ നമ്മൾ US പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ സിമ്പിളായിട്ടൊരു സംഭവം പറഞ്ഞു, ഇപ്പോൾ നമുക്കിപ്പോൾ US പോയിട്ട് ഈ പറഞ്ഞത് നമുക്കൊരു ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം റോഡ് സൈഡ് ആണെങ്കിൽ ഇപ്പം 30 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് സ്ഥലം കിട്ടും, മെയിൻ റോഡ് സൈഡ് പ്രൈം ലൊക്കേഷൻസിലൊക്കെ. നേരെ തിരിച്ച് നമ്മളിപ്പോൾ US പോയി കഴിഞ്ഞാൽ 3 കോടി രൂപ കൊടുക്കേണ്ടി വരും. അവിടെ നടക്കുന്ന ബിസിനസ് ഇവിടെ നടക്കുന്ന ബിസിനസ്സും ഈ പറഞ്ഞ ഫ്ലോയും കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. പക്ഷേ എന്നാലും അവിടെ ഭയങ്കര ഓവർ വാല്യൂഡാണ്. പക്ഷേ US ആളുകളെ സംബന്ധിച്ച് അത് നോർമലായിരിക്കും, നമ്മളെ സംബന്ധിച്ച് അത് ഓവർ വാല്യൂഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ 30 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ. പക്ഷേ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ ഇൻറ്റീരിയേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് സൈഡ് സ്ഥലം ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ സാധാരണ മറ്റൊരു സംശയം എനിക്ക് സ്വാഭാവികമായിട്ടും പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം മാരുതി സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യുമ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 120 രൂപ ഏതാണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാനൊരു 2 ആഴ്ച മുമ്പ് നോക്കുമ്പോൾ മാരുതിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, അന്ന് എനിക്ക് മാരുതിയുടെ സ്റ്റോക്ക് എടുക്കാൻ തോന്നിയിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒരു 12,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് 10 ലക്ഷത്തിന് മുകളിൽ ലാഭം ഉണ്ടായേനെ, ദീർഘകാലം ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പോൾ 10,000 രൂപ കൊടുത്ത് ഞാൻ എടുത്താൽ ഇത് ഇനി പീക്കിലായിരിക്കുമോ, ഇനിയും താഴോട്ടായിരിക്കുമോ പോകുന്നത്? അപ്പോൾ ആ രീതിയിലുള്ള കുറേ സ്റ്റോക്കുകളുണ്ടല്ലോ. ഇപ്പോൾ അത്തരം സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ പറയുക? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റിയിലാണ്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി സ്റ്റോക്സിലാണ്. അപ്പോൾ എനിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മാമിനും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിൽ അടുത്ത മൊമെൻറ്റിൽ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുള്ള എടുക്കുന്ന ഒരു അപ്രോച്ച് എന്ന് വെച്ചാൽ നമ്മുടെ എൻട്രീസ് എപ്പോഴും ഫേസ്ഡ് ഔട്ടാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ മാർക്കറ്റിനകത്തോട്ട് ഇപ്പോൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ 1 കോടി രൂപ ഞാൻ 25 അല്ലെങ്കിൽ 20ൻ്റെ 5 മൾട്ടിപ്പിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ മാസം ചിലപ്പോൾ ഞാൻ ബുള്ളിഷായിട്ട് നിൽക്കുന്ന, ഇപ്പം എനിക്കിപ്പോൾ ഒരു 10 സ്റ്റോക്സിലായിരിക്കും എൻട്രി ചെയ്യാൻ താല്പര്യമുള്ളത്. അപ്പോൾ ഈ മാസം ചിലപ്പോൾ ഞാനൊരു 10 സ്റ്റോക്സിൽ 20 ലക്ഷം വെച്ച് എൻട്രി ചെയ്യും. എന്നിട്ട് അടുത്ത മാസവും ചിലപ്പോൾ ഈ പറഞ്ഞ 10 സ്റ്റോക്സിൽ തന്നെ ഒരു 20 ലക്ഷം എൻട്രി ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻട്രീസ് എപ്പോഴും ഒരു ആവറേജിലായിരിക്കും. ചിലപ്പം ഈ മാസം മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷാവും, അടുത്ത മാസം ബെയറിഷാവും. അപ്പോൾ ആ ഒരു ആവറേജ് പ്രൈസിലും ആ ഒരു പ്രൈസിലും ഞാൻ എൻട്രി ചെയ്യുമ്പോൾ എൻ്റെ എൻട്രീസ് എപ്പോഴും ഒരു ആവറേജ് പ്രൈസിലായിരിക്കും. ഇപ്പോൾ മാം ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഗോൾഡ് മേടിക്കണമെങ്കിൽ എൻ്റെ അടുത്തുള്ള ഫുൾ പൈസ വെച്ചിട്ട് ഞാൻ ഇന്ന് ഗോൾഡ് മേടിക്കുന്നില്ല. നമ്മൾ ഗ്രാജുവലി ആയിരിക്കും ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത്.
അതേപോലെ സ്റ്റോക്സും എപ്പോഴും നമ്മൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാജുവലായിട്ട് ഒരു ഫേസ്ഡ് ഔട്ട് എൻട്രീസ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവറേജ് ബൈയിങ് പ്രൈസ് എപ്പോഴും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് നിൽക്കും. അപ്പോൾ അഥവാ മാർക്കറ്റ് ക്രാഷ് ചെയ്താലും മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് പോയാലും നമുക്കതൊരു കൺസേൺ ആവില്ല. അല്ലെങ്കിൽ പ്രശ്നം വെച്ചാൽ ഇന്ന് എൻ്റെ അടുത്ത് 1 കോടി ഉണ്ടെങ്കിൽ ഫുൾ 1 കോടി വെച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി 1 കോടിയാണ്. നാളെ മാർക്കറ്റ് 5% ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് 5% റിക്കവർ ചെയ്താലേ എനിക്ക് ബ്രേക്ക് ഈവൻ ആവുള്ളൂ. നേരെ തിരിച്ച് ഞാൻ ഫേസ്ഡ് ഔട്ടാണ് എൻട്രി എങ്കിൽ 5% ക്രാഷ് ചെയ്താൽ ഞാൻ ഹാപ്പിയാണ്, കാരണം എനിക്ക് സെയിം ക്വാളിറ്റി സാധനം ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും. പിന്നെ മാർക്കറ്റ് 5% തിരിച്ച് റിക്കവർ ചെയ്യണ്ട, 2.5% റിക്കവർ ചെയ്താൽ തന്നെ ഞാൻ ബ്രേക്ക് ഈവനായി. അപ്പോൾ ആ ഒരു അപ്രോച്ചാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനകത്ത് എടുക്കുന്നത്. ഇതിന് ഫേസ്ഡ് ഔട്ട് എൻട്രി എന്ന് പറയും, ഇതിന് ആവറേജിങ് എന്ന് പറയും. ഇത് ഇൻവെസ്റ്റിങ്ങിനകത്ത് നല്ലൊരു കോൺസെപ്റ്റാണ്, പക്ഷേ ട്രേഡിങ്ങിനകത്ത് ഇത് കൈപൊള്ളുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം, ഇത് ട്രേഡിങ്ങിനകത്ത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഇൻവെസ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് ക്വാളിറ്റി സ്റ്റോക്സ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് മാറിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ കുറച്ചും കൂടി ഡിസ്കൗണ്ട് റേറ്റിൽ ഈ സ്റ്റോക്ക് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരാൾ ക്യാപിറ്റൽ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ മാസം എത്ര എൻട്രി വേണം, അല്ലെങ്കിൽ ഓരോ ക്വാർട്ടർ എത്ര എമൗണ്ട് അലോക്കേറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോൾ ഞാൻ ആ അമ്മയുടെ അടുക്കളയിൽ ചെന്നാലും ഈ വലിയ ഹൈഫൈ അടുക്കളയൊന്നുമല്ല, ഒരു കൊട്ടയുണ്ട്. അപ്പം നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നാളെ ബ്രെഡും മുട്ടക്കറി ആണെങ്കിൽ ആ ബ്രെഡ് ഒരു പാക്കറ്റ് ആ കൊട്ടയ്ക്കകത്ത് കാണും. മുട്ട 3 പേർക്കുള്ള മുട്ടയാണെങ്കിൽ 3 മുട്ട, അതിന് വേണ്ട സവാള, പച്ചമുളക് എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചേക്കും. വെളിച്ചെണ്ണ എല്ലാം ആ കൊട്ടയ്ക്കകത്ത് കാണും. അപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ അമ്മയുടെ കൊട്ടയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് ഒരു കൊട്ടയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സ്റ്റോക്ക് കൊട്ടയ്ക്കകത്തെ ഒരു ഐറ്റമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ പലപ്പോഴും പലരും ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഫീൽഡിലേക്ക് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും. ഒന്നെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ FD മാത്രം, ഒരു റിസ്ക് ഞാൻ എടുക്കാനില്ല, FD കിടന്നോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വളരെ വിശ്വാസ്യമായ ബോണ്ടുകൾ, അല്ലെങ്കിൽ SIPകൾ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൊട്ട നമുക്ക് വേണ്ടേ. ആ കൊട്ടയ്ക്കകത്ത് പലതരം ഈവൻ അതെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഉൾപ്പെടെ ഉള്ള ഒരു ബാസ്ക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേഴ്സണലി പറയുന്ന ഒരു മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യമേ FDനെ പറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FDനെ പറ്റി കുറേ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. FD നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം സത്യമായ ഒരാൾ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം FDയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. മ്യൂച്വൽ ഫണ്ട്സിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ SIP ആയിരിക്കും പ്രിഫർ ചെയ്യണത്. ആദ്യം ഒരു ലംസം എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം SIP വെച്ചിട്ട് ആ മ്യൂച്വൽ ഫണ്ട് ബിൽഡ് ചെയ്യും. അതിനുശേഷമാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് നോക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് എനിക്ക് അത്രയ്ക്കൊരു ലുക്രേറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡായിട്ട് തോന്നുന്നില്ല എനിമോർ. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ ബാസ്ക്കറ്റിലില്ല. അതിനുശേഷം പിന്നെ വരുന്ന എമൗണ്ട്സാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഭയങ്കര ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ്, ക്രിപ്റ്റോ, അങ്ങനെയുള്ള അസറ്റ് ക്ലാസ്സസിനകത്ത് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ആൾക്കാരുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ ആദ്യമേ ഈ പറഞ്ഞതിൽ എല്ലാ പൈസയും കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു ടെൻഷൻ വരുന്നത്. നേരെ തിരിച്ച് നമുക്കൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ, നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, നമുക്ക് FD ഉണ്ട്, നമുക്ക് ഈ പറഞ്ഞതിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ഓൾറെഡി SIP ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ അപ്സ് ആൻഡ് ഡൗൺസ് അബ്സോർബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. നേരെ തിരിച്ച് ഇപ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ PFനൊക്കെ പകരം PF ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് അവർ ആ പൈസ മൊത്തം മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അവർ വെറും PF മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ തന്നെ അത് ട്രേഡ് ചെയ്തോളാം, കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാം. പിന്നെ ചില ആൾക്കാർ ഈ പറഞ്ഞ FD ബ്രേക്ക് ചെയ്തിട്ട് FDന്ന് 6% കിട്ടുള്ളൂ. മാർക്കറ്റിനകത്തിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷം 100% അല്ലെങ്കിൽ 1000% ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തോ ആൽഗോ ഉണ്ട്, അതെനിക്ക് ഇത്രയും റിട്ടേൺ തരും, എന്തിനാണ് ഞാൻ FD ഇടുന്നത്. അപ്പോൾ FD ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ആൾക്കാർ ഈ പൈസ കൊണ്ട്, അപ്പോൾ അവിടെയാണ് നമുക്ക് ആ റിസ്ക് വരുന്നത്. അപ്പം നേരെ തിരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു പാർട്ട് മാത്രമാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് അബ്സോർബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ അതിനകത്ത് സ്ട്രെസ്ഡ് അല്ല. പിന്നെ വേറൊരു സംഭവം, നമ്മൾ എന്തിനാണ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്? ഓരോരുത്തർക്കും നമുക്ക് ബേസിക്കലി ഓരോ ഗോൾസ് ഉണ്ട്. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഇസ് ഫോർ അവർ ഹാപ്പിനെസ്. ചിലപ്പോൾ നമുക്കൊരു കാറ് മേടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നതായിരിക്കും നമുക്ക് ഹാപ്പിനെസ് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ 10 വർഷം സ്ട്രെസ് എടുത്തിട്ട് ഈ ഒരു മാസത്തെ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ പോകുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആയിരിക്കും, നമുക്ക് പീസ് ഓഫ് മൈൻഡ് തരണം. അപ്പോൾ മാം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്ന റിസ്ക് 1 കോടി ആയിരിക്കും, വേറൊരാൾ ഈ പറഞ്ഞ 1 ലക്ഷം ആയിരിക്കും. അതനുസരിച്ച് ഞാനും ഈ പറഞ്ഞ 1 കോടി റിസ്ക് എടുക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഒരു തമ്പ് റൂൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ എടുക്കുന്ന റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്നത്തെ ദിവസം ലോസ് ഉണ്ടാക്കിയാലും എനിക്ക് അന്നത്തെ രാത്രി പീസ്ഫുൾ ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടാകണം.
പക്ഷേ പല ആൾക്കാരും റിസ്ക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ സാലറി, ഒരു മാസത്തെ സാലറി, കാരണം കുറവ് റിസ്ക് എടുക്കുന്ന അതും അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യും. കാരണം എല്ലാ ആൾക്കാരും വലിയ വലിയ പ്രോഫിറ്റ് സ്ക്രീൻഷോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ റിസ്ക് എടുത്താലല്ലേ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ചിലപ്പോൾ മറ്റേ ആൾ 10 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടാകും, അത് നമ്മൾ നോക്കുന്നില്ല. നമുക്ക് എപ്പോഴും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനാണ് നമ്മൾ അട്രാക്ട് ചെയ്യണം. അപ്പോൾ റിസ്ക് എടുക്കുന്നത് അന്ന് ലോസ് ഉണ്ടായാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടണം. അപ്പോൾ ആ സ്ലീപ്പ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കൗതുകകരമായ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ വാറൻ ബഫേ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഡെഫേർഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലരുടെ DNA-യിലുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ഐഫോൺ വാങ്ങിക്കുമ്പം ആ എമൗണ്ട് വേറൊരാളത് ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ചില കുട്ടികൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ഞങ്ങൾക്ക് ഐഫോൺ കിട്ടുന്നതിലാണ് സന്തോഷം, എനിക്ക് ആ 60,000 രൂപ അല്ലെങ്കിൽ ആ 75,000 രൂപ ഇട്ടിട്ട് എനിക്കത് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ സംഭവമൊന്നും ഉണ്ടാക്കണ്ട. അപ്പം അത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നവർ, അത് ഈ പറയുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും എല്ലാം ഒരു പേഴ്സണൽ ആണല്ലോ, അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് ആണല്ലോ. ഇപ്പം നമ്മൾ ഈ പറയുന്ന അമ്മയുടെ കൊട്ട, അമ്മയുടെ വീട്ടിൽ 5 പേരായിരിക്കുമല്ലോ, അപ്പോൾ അമ്മ 5 മുട്ടയായിരിക്കും എടുത്ത് വെക്കുന്നത്. അത് കണ്ടിട്ട് വെറും 2 പേരുള്ള ഞാൻ എന്തിനാ 5 മുട്ട എടുത്ത് വെക്കുന്നത്? ചിലപ്പോൾ എനിക്ക് കോപ്പി ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പേഴ്സണൽ ഫിനാൻസിൽ ഓരോ വ്യക്തിക്കും അവരുടേതായ ഗോൾസ് കാണും. അപ്പം ഞാൻ പലപ്പോഴും അവരോട് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്, നമ്മൾ ഏത് ആളാണെന്ന് പറഞ്ഞാലും ഇപ്പം എന്തിനാണ് പൈസ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ജീവിക്കുന്നത്, എന്തിനാ പൈസ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം, നമ്മൾ പോണ വഴി എല്ലാം അൺസർട്ടനാണ്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു സർജറിക്ക് ബില്ല് അടച്ചാലേ എനിക്ക് സർജറി, എൻ്റെ ജീവനാണോ വില, അപ്പോൾ അവിടെ ബില്ല് അടയ്ക്കണമെങ്കിൽ എനിക്ക് പൈസ തന്നെ വേണം. അല്ലാതെ ഞാൻ അവിടെ പറയുന്ന ഐഡിയയും ആദർശവും എനിക്ക് സിമ്പിൾ ലിവിങ് ആണ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ അല്ല. അപ്പോൾ അത്തരത്തിൽ പേഴ്സണൽ ഫിനാൻസിൻ്റെ മേഖലയിൽ നമുക്ക് ആ രീതിയിലൊരു ഓറിയന്റേഷൻ കൂടി വേണ്ടേ? തീർച്ചയായിട്ടും മാം. അപ്പോൾ അതിനകത്ത് വളരെ രസകരമായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഐഫോൺ മേടിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓരോ ആൾക്കാരുടെ, ഇപ്പോൾ ചില ഐഫോൺ മേടിക്കുന്നത് തെറ്റല്ല, പക്ഷേ ഐഫോൺ മേടിക്കാൻ വേണ്ടി എൻ്റെ സേവിങ്സും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് മേടിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ജീവിക്കുന്ന വേറെ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാമിന് ഇപ്പോൾ ഒരു മാമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും, അതിപ്പോൾ ഒരു പക്ഷേ എഡ്യൂക്കേഷൻ ആവാം. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ഫോൾസ് പ്രൈഡാണ്. അപ്പോൾ അവർ വിചാരിക്കുന്ന, ഓക്കെ എനിക്ക് ഈ പറഞ്ഞതിൽ ഈ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ സുപ്പീരിയർ ആയി. അതും എന്താ പറയുക, അതെനിക്ക് എങ്ങനെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പേഴ്സണലി നോക്കുന്നത്, ഞാനെന്നുള്ളൊരു ബ്രാൻഡിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന എന്തിനകത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നേരെ തിരിച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ, ഈ ഫോൺ മേടിച്ചാൽ ഞാൻ സുപ്പീരിയറായി, അല്ലെങ്കിൽ ഈ വാച്ച് ഇട്ടാൽ ഞാൻ സുപ്പീരിയറായി, അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് എനിക്ക് കീപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ ത്രൂ ഔട്ട് മാച്ചപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല കേസസിനകത്ത് ഈ പറഞ്ഞ പെട്ടെന്നൊരു ലോട്ടറി ടിക്കറ്റ് ജയിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ബാങ്ക്രപ്റ്റ് ആയി പോകും. കാരണം അവർ ആ പൈസ കിട്ടുമ്പോഴത്തേക്ക് അവർ ഭയങ്കര ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യും. പക്ഷേ അതിനുശേഷം അവർക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൽ എങ്ങനെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ക്യാഷ് ഫ്ലോ സ്കെയിൽ ചെയ്യുകയാണ്, ക്യാഷ് ഫ്ലോ നമുക്കുണ്ട്, നമുക്ക് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴേ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ പല കേസസിനകത്ത് നമ്മൾ പല സെലിബ്രിറ്റീസിനും കാണാറുണ്ട്, അവർക്ക് പ്രൊജക്ട്സ് ഉള്ളപ്പോഴത്തേക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോഴേക്ക് പ്രൊജക്ട്സ് ഇല്ലാണ്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ ഡൗൺഗ്രേഡ് ചെയ്യേണ്ടി വരും. ആ ലൈഫ് സ്റ്റൈൽ ഡൗൺഗ്രേഡ് ചെയ്യണത് നാച്ചുറലി ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാനകത്ത് ഒരു പ്രശ്നമില്ല. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ സ്ലോ ആയിട്ടാണെങ്കിലും പതുക്കെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ യൂഷ്വലി ആൾക്കാരോട് പറയുന്നൊരു സംഭവം, ലൈഫ് സ്റ്റൈൽ പതുക്കെ ഗ്രാജുവലി അപ്ഗ്രേഡ് ചെയ്യുക. അത് പതുക്കെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. കാരണം ലൈഫ് സ്റ്റൈൽ ഡൗൺഗ്രേഡ് ചെയ്യണത് ഒരു ചോയ്സേ അല്ല. നമ്മൾ ആന മെലിഞ്ഞാലും തൊഴുത്തി കിട്ടും. അതെ ലൈഫ് സ്റ്റൈൽ ഡൗൺഗ്രേഡ് ചെയ്യണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. കാരണം ആ ഒരു എന്ന് വെച്ചാൽ അത് മെന്റലി ഭയങ്കര ഇതായിരിക്കും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളവരാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രവാസികളുടെ ഫിനാൻസ് മാനേജ്മെൻറ്റ് നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരവിടെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും, ആ പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. അവർക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ല ഇതെങ്ങനെ ചെലവഴിക്കണമെന്ന്. അപ്പോൾ ഈ നാട്ടിൽ ആരാണോ അവരുടെ പ്രോക്സി, അത് ചിലപ്പം കുടുംബാംഗങ്ങളാകാം, ഭാര്യയാകാം, അല്ലെങ്കിൽ മക്കളാകാം, ബന്ധുക്കളാവാം, അവർ ചില കാര്യങ്ങളിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുകയും തിരിച്ചിവർ വരുമ്പോൾ അവർക്കൊരു നഷ്ടമുണ്ടാകുകയും. അപ്പോൾ പ്രവാസികൾക്കായിട്ടുള്ളൊരു പ്രോപ്പർ ഫിനാൻസ് പ്ലാൻ അവർക്ക് എങ്ങനെയാണ്, അവർക്ക് തന്നെ അതൊന്ന്
കൺട്രോൾ ചെയ്യാൻ പറ്റും? സത്യം പറഞ്ഞാൽ പ്രവാസികളുടെ കേസ് ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പ്രവാസികളുടെ കേസ് വരുമ്പോഴത്തേക്ക് അവർ സത്യം പറഞ്ഞാൽ ഭയങ്കര നാട്ടിലുള്ള ആൾക്കാരെക്കാട്ടും കൂടുതൽ അവയർനെസ് ഉണ്ട്. പിന്നെ അവർ ഈ പറഞ്ഞ അവരുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ബഞ്ച് ഓഫ് NRI ക്ലയൻസ് ഉണ്ട്. അവരുടെ പേഴ്സണൽ ഫിനാൻസസ് നാച്ചുറലി ഭയങ്കര കൂടുതൽ പ്ലാൻഡ് ആണ്. കാരണം അവരൊക്കെ വീട് പണിയാൻ വേണ്ടി ഇത്രയും പൈസ മാറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടി ഇത്രയും പൈസ മാറ്റി വയ്ക്കുന്നു. അങ്ങനെ ഓരോ ഗോളിന് വേണ്ടിയും അവർ പല പല സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് ആയിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നേരെ തിരിച്ച് നമ്മൾ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആയിരിക്കും. അതിൽ നിന്ന് തന്നെ വീട് പണിയണം, അതിൽ നിന്ന് തന്നെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ നോക്കണം, മാരേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെക്കേഷൻ. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും ഓരോ പർപ്പസ് വേണം. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ NRIs ആണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ എനിക്ക് ഓരോ ഗോളിന് വേണ്ടി ഞാൻ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും. ഇപ്പോൾ പല ആൾക്കാരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റായിട്ടാണ്. ഞാൻ എൻ്റെ എല്ലാ ഗോൾസ് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് യൂഷ്വലുള്ള ഗോൾസ് എന്നൊക്കെ റിട്ടയർമെൻറ്റ്, ചിലപ്പോൾ ഒരു വെഹിക്കിൾ പർച്ചേസ്, ഒരു വീടിൻ്റെ പർച്ചേസ്, കിഡ്സ് എഡ്യൂക്കേഷൻ, മാരേജ്, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും ഫാമിലി വെക്കേഷൻ. അങ്ങനെ ഇപ്പോൾ ഈ 6 കോമൺ ആയിട്ടുള്ള ഗോൾസ് ആണ് ഓരോ മിക്ക ഇൻഡിവിജ്വൽസിനും ഉള്ളത്. പിന്നെ ആരോഗ്യം പെട്ടെന്ന് നമുക്ക് ഹെൽത്ത് എമർജൻസി. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാക്ടർ മാറി നിന്നിട്ടുണ്ട്. ടേം ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഭയങ്കര കോമൺ ആയി. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസ് ഒക്കെ ഒരു എല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഈ എല്ലാ ഗോളിനും കൂടിയാണ് ആൾക്കാർ ഒറ്റ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനറലി ആദ്യം വരുന്ന ഒരു ഗോളെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കിപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു വീട് മേടിക്കണം, 3 വർഷം കഴിഞ്ഞ് എനിക്കൊരു വണ്ടി മേടിക്കണം, 20 വർഷം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റിട്ടയർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരേ മ്യൂച്വൽ ഫണ്ടിന് എല്ലാ ഗോളിനും വേണ്ടി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യും. 3 വർഷം കഴിയുമ്പോൾ എനിക്ക് വണ്ടി മേടിക്കണം. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ എനിക്ക് വണ്ടി മേടിക്കാൻ എൻ്റെ പ്ലാൻ ചിലപ്പോൾ 20 ലക്ഷത്തിൻ്റെ വണ്ടിയായിരിക്കും. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്ക് ഈ 50 ലക്ഷം അക്കൗണ്ടിലുണ്ടാവും. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ എന്നാൽ 50 ലക്ഷത്തിൻ്റെ വണ്ടി മേടിക്കാമെന്ന് പറഞ്ഞ് ഫുൾ മ്യൂച്വൽ ഫണ്ടും ക്ലോസ് ചെയ്തിട്ട് വണ്ടി മേടിക്കും. പിന്നെ അടുത്ത ഗോളിതാ വീടിൻ്റെ പർച്ചേസ്, അത് 5 വർഷം കഴിഞ്ഞാൽ. അപ്പോൾ അത് വീണ്ടും സ്ക്രാച്ച് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് പോകും. അപ്പോൾ നമുക്ക് ഓരോ ഗോൾസ് ഉണ്ടെങ്കിൽ ഓരോ ഗോളിനും ഒരു ടൈം ലൈൻ വെക്കുക. ഓക്കെ 10 വർഷം കഴിഞ്ഞ് എനിക്കിത് ചെയ്യണം, 20 വർഷം കഴിഞ്ഞ് എനിക്ക് റിട്ടയർ ചെയ്യണം. ഓരോ ഗോളിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ചും ടെനോർ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഗോൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി ആ പറഞ്ഞ ഫണ്ട് മാത്രം ഞാൻ ബ്രേക്ക് ചെയ്താൽ മതി. ഇത് ഒരു ബിഗ് മിസ്റ്റേക്കാണ്, മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീട് മേടിക്കാൻ വേണ്ടി ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റും ക്ലോസ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. പിന്നെ റിട്ടയർമെൻറ്റിന് വേണ്ടി വീണ്ടും സ്ക്രാച്ച് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനെക്കാട്ടും നല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു ടൈം ലൈൻ ഫിക്സ് ചെയ്യുക, ഓരോ ഗോളിനും ഓരോ സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇത് മാത്രം നമ്മൾ ബ്രേക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ പറഞ്ഞതിൽ ഓരോ ഗോളും അല്ലെങ്കിൽ ഓരോ മൈൽ സ്റ്റോണിനും എത്ര ക്ലോസ് ആണ് നമ്മളെന്ന് നമുക്കും ഒരു ഐഡിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമ്മളിനിപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറി വളരെ കൗതുകമുള്ള ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ അടുത്തിടെ അപ്ലോഡ് ചെയ്തത് കണ്ടു. അതായത് നമ്മളെല്ലാവരും തന്നെ പെട്രോൾ അടിക്കുന്നവരാണ്, പെട്രോളോ ഡീസലോ അടിക്കുന്നവരാണ്. നമ്മൾ പെട്രോൾ വിലക്കയറ്റത്തെക്കുറിച്ച് എപ്പോഴും പരാതിപ്പെടുന്നവരാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്പർ എപ്പോഴും എത്ര പെട്രോൾ അതിൽ കയറുന്നു, എത്ര പൈസ നമ്മൾ മുടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നൊരു വീഡിയോ ഉണ്ട്. അതെന്താ ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കി, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്തോളം ഞാൻ കുറേ അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചർ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അത് ഹോട്ടൽസിനകത്ത് പോയപ്പോൾ നമുക്ക് സർവീസ് ഫീ, ഇപ്പം നമ്മൾ നല്ല ബാംഗ്ലൂരൊക്കെ ഉള്ള ഹോട്ടൽസിനകത്തൊക്കെ പോകുമ്പോൾ സർവീസ് ഫീ ആയിട്ട് തന്നെ പേ ചെയ്യുന്നത് ഇപ്പോൾ 200 റുപ്പീസാണ്. അത് മാൻഡേറ്ററി അല്ല, അപ്പോൾ അത് അത് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞതിൽ ട്രാവൽ ചെയ്യുന്നത്, ഞാൻ റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും പേയ്മെൻറ്റ്സ് ചെയ്യുന്നത് ഇപ്പോൾ ഡെബിറ്റ് കാർഡ്സ് ചെയ്യുന്നത്. അത് ഞാൻ ക്രെഡിറ്റ് കാർഡ്സിനകത്തോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആനുവലി ചിലപ്പോൾ ഒരു 5 ടിക്കറ്റ് വരെ ഫ്രീ കിട്ടും. അപ്പോൾ അങ്ങനെ എനിക്ക് കോസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാനും ഇപ്പം ന്യൂ ആണ്, അപ്പോൾ ഞാനും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഈ പറഞ്ഞത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഡെൻസിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഫ്യൂവൽ ഇപ്പോൾ പറഞ്ഞ പമ്പ്സിനകത്ത് പോകുമ്പോഴത്തേക്ക് എല്ലാവരും 0 നോക്കാൻ പറയും. പക്ഷേ 0 മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്ന് വെച്ചാൽ അതൊരു ലിക്വിഡാണ്. അതിപ്പോൾ പല ടെമ്പറേച്ചറിനകത്ത് അതിൻ്റെ ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ബേസിക്കലി ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഡെൻസിറ്റിക്കാണ് ഈ പറഞ്ഞ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ നാച്ചുറലി ഇപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ പേ ചെയ്യണ ഇത്ര എമൗണ്ട് ആണെങ്കിലും ഡെൻസിറ്റി കുറവാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂൾ ടാങ്കിനകത്തോട്ട് കയറുന്ന എമൗണ്ട് കുറവായിരിക്കും.
അപ്പോൾ ആ ഡെൻസിറ്റിയുടെ എമൗണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പക്ഷെ ആ ഡെൻസിറ്റി നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൂടുതലാണ് പേ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കെയർഫുൾ ആവേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ അവയർനെസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർഫുൾ ആയി കഴിഞ്ഞാൽ ഒരു ആനുവൽ ബേസിസ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സേവിങ്സ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റും. അതെ. ഇനി നമ്മുടെ എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഒരു സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നമ്മുടെ ഗസ്റ്റ് സക്സസിനെ, വിജയത്തെ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ഹരി എങ്ങനെയാണ് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ലോങ് ടേമിൽ വളരെ വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇറ്റ്സ് നോട്ട് മോർ അബൌട്ട് മണി, ബട്ട് ഇറ്റ്സ് ആക്ച്വലി അബൌട്ട് ബിൽഡിങ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് റൺസ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ്സ് ടു സ്റ്റേ ഹിയർ ഫോർ എവർ. അപ്പോൾ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ബിൽഡ് ചെയ്യുന്ന സിസ്റ്റംസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രേഡിംഗ് ആയാലും ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ എന്ത് ടൈപ്പ് ആക്ടിവിറ്റി ആണെങ്കിലും നമ്മൾ സിസ്റ്റമാറ്റിക് ആക്കുക കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ സിസ്റ്റം ഈ പറഞ്ഞതിൽ നമ്മൾ 1 രൂപ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഔട്ട്പുട്ട് 1.5 രൂപ കിട്ടിയാലും നമുക്കത് ഫിക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയണം ഓക്കെ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് 15 ആയിരിക്കണം. അപ്പോൾ എല്ലാ സാധനം സിസ്റ്റമാറ്റിക് ആക്കുക അല്ലെങ്കിൽ സിസ്റ്റമൈസ് ചെയ്യുക, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടേമിൽ ഈ പറഞ്ഞ കമ്പനി വിൽ ഗ്രോ ബൈ ഇറ്റ് സെൽഫ് വിത്തൗട്ട് എനി മാനുവൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക വിച്ച് ഗ്രോസ് ബൈ ഇറ്റ് സെൽഫ് വിത്തൗട്ട് എനി മാനുവൽ ഇൻ്റർവെൻഷൻ. വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. എല്ലാ ബിസിനസ്സുകളും എല്ലാ കമ്പനികളും ഒക്കെ സിസ്റ്റം ഡ്രിവൺ ആണെങ്കിൽ അതിനൊരു പ്രത്യേക ഫൈൻ ട്യൂണിംഗ് ആണ് ലഭിക്കുന്നത്. പലപ്പോഴും ഞാനൊരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിൻ്റെ അവസാന കാലം വരെ ഞാൻ തന്നെ ഇതിൻ്റെ A to Z ചെയ്ത് അതിനകത്തൊരു സംവിധാനമേ ഇല്ലാതാവും. അപ്പോൾ എല്ലാ കാര്യവും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ പെട്ടെന്നൊരു മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതാകെപ്പാടെ അലങ്കോലം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ള ഗസ്റ്റുകളിൽ ഇത്രയും യുണീക്കായിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞ ഒരാൾ ഹരിയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാ ബിസിനസ്സുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ വളരെ ലളിതമായി പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഹരി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ. നമ്മുടെയൊക്കെ ബിസിനസ് തുടങ്ങിയിട്ട് രാവിലെ മുതൽ രാത്രി വരെ 24 മണിക്കൂറും ഇതെങ്ങനെ റൺ ചെയ്യാം, ഞാനില്ലെങ്കിൽ ഇതെങ്ങനെ എന്ന് വേവലാതിപ്പെടും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതിനെ എങ്ങനെ സിസ്റ്റം ഡ്രിവൺ ആക്കാം എന്ന് ശ്രമിക്കുക. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.